നമസ്കാരം, ഫുട്ബോൾ പിന്നീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ഇന്നലെ ലെഗനസിന് അഗേൻസ്റ്റ് 2-1 പുറകിൽ പോയതിന് ശേഷം വീണ്ടും ഒരു കംബാക്ക് 3-2 കംബാക്ക് നടത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ലൂസിംഗ് പൊസിഷനിൽ നിന്നും പോയിന്റ്സ് നേടിയ ടീമായി റയൽ മാഡ്രിഡ് മാറിയിട്ടുണ്ട്. ലീഗിൽ 18 പോയിന്റ് അവരങ്ങനെ നേടിയിട്ടുണ്ട്. അതേസമയത്ത് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പൊസിഷനിൽ നിന്നും പോയിന്റ്സ് കൊണ്ട് കളഞ്ഞ ടീമായിട്ട് ലെഗനസ് മാറി 23 പോയിന്റ് അവരങ്ങനെ കളഞ്ഞിട്ടുമുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ കിലിയൻ എംബാപ്പയുടെ ഡബിളും ബെല്ലിംഗമിന്റെ ഒരു ഗോളുമാണ് റയൽ മാഡ്രിഡിന് ഈ ഒരു വിജയം സമ്മാനിച്ചത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കിലിയൻ എംബാപ്പ ഇന്നലെ 2 ഗോൾ സ്കോർ ചെയ്യുക വഴി 33 ഗോൾ ഓൾ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് റയൽ മാഡ്രിഡിന് വേണ്ടി. ലീഗയിൽ 22 ഗോളുമായിട്ടുണ്ട്. 23 ഗോളുമായി ലെവൻഡോസ്കിയാണ് ഫസ്റ്റ് സ്പോട്ടിൽ പിച്ചിച്ച് നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ഫേവറേറ്റ്, മേ ബി ലെവൻഡോസ്കിയേക്കാൾ ഇപ്പം ഫേവറേറ്റ് എംബാപ്പ എന്ന് പറയാം വെൻ ഇറ്റ് കംസ് ടു പിച്ചിച്ച് റേസ്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എംബാപ്പ എത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിന് വേണ്ടി 33 ഗോളാണ് ഓൾ കോമ്പറ്റീഷൻ നേടിയത്. എംബാപ്പ ഇപ്പോൾ ആ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അപ്കമിങ് മാച്ചസുകളിൽ ആൾ അത് മറികടക്കുകയും ചെയ്യും. ഹാറ്റ്സ് ഓഫ് ടു കിലിയൻ എംബാപ്പ, വാട്ട് എ സ്റ്റാർട്ട്, ഒന്നും പറയാനില്ല. ഇന്നലത്തെ മാച്ചിലോട് വരുമ്പോഴേക്കും എംബാപ്പ ത്രൂ തന്നെയാണ് റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നത്. റയൽ മാഡ്രിഡ് ലൈനപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ലൂക്കാസ് വാസ്കസിനെയും ഫ്രാൻ ഗാർഷ്യനെയാണ് 2 വിംഗ് ബാക്സ് ആയിട്ട് ഇറക്കിയത്. അപ്പോൾ തന്നെ ഡിഫെൻസീവ്ലി ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യം ക്ലിയർലി വിസിബിളും ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണുവാണെങ്കിൽ മനസ്സിലാവുകയും ചെയ്യും. 2 ടീമിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് ഈക്വൽ ആണ്. നമ്മൾ നോക്കാനാണെങ്കിൽ ബിഗ് ചാൻസസ് റയൽ 4, ഇവർ 3. അപ്പോൾ നമ്പർ ഓഫ് ഷോട്ട്സ് ഇഷ്ടം പോലെ റയൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എക്സ്പെക്റ്റഡ് HG ക്വാളിറ്റി ചാൻസസ് 2 പേരും ഈക്വലി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂക്കാസ് വാസ്കസ് ഇന്നലെ ഹൊറൻഡസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ്ലി റിയലി ബാഡ്. വാൽവേർഡയിലെ ആളെന്ത് മാത്രം എക്സ്പോസ്ഡ് ആവുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ മാച്ച്. അപ്പോഴത്തെ ഫ്രാൻ ഗാർഷ്യയും കൂടെ ആയപ്പം അവർ ബാലൻസ് ഡിഫെൻസീവ്ലി ഡെഫിനറ്റ്ലി ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ കമവിംഗേനെയും അതുപോലെ തന്നെ മോഡ്രിച്ചിനെയാണ് മിഡ്ഫീൽഡിൽ ഇറക്കിയത് അലോങ് സൈഡ് ബെല്ലിംഗം. 2 പേരും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ബെല്ലിംഗം സൂപ്പർ ആയിരുന്നു, ബട്ട് മോഡ്രിച്ച് ആൻഡ് കമവിംഗ അത് എക്സ്പെക്ടേഷനത്തുള്ള ടോപ്പ് ആയാലും എസ്പെഷ്യലി വിത്തൗട്ട് ദ ബോൾ കുറച്ച് ഷെയ്ക്കി ആയിരുന്നു റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ആർഡെ ഗൂളറും ബ്രഹീം ഡിയാസും കിലിയൻ എംബാപ്പയും ഫ്രണ്ട് 3 ആണ് ഇറങ്ങിയത്. എംബാപ്പെ ഇപ്പോൾ ആർഡെ ഗൂളറിനെ ഫൗൾ ചെയ്യുന്നതിനും ഒരു പെനൽറ്റി റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നു. എംബാപ്പെ പെനൽറ്റി കൺവേർട്ട് ചെയ്യുന്ന ഒരു പെനേക 1-0 ലീഡ് എടുക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2 ഗോളുകൾ തിരിച്ചടിക്കുകയാണ് ലെഗനസ്. ആ 2 ഗോളിലും എസ്പെഷ്യലി ഫസ്റ്റ് വണ്ണിലൊക്കെ ലൂക്കാസ് വാസ്കസ് ആ ക്രോസ് ഡീൽ ചെയ്ത രീതി വളരെ വളരെ മോശമാണ്. അത് കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 3-1 ആക്കാനായിട്ടുള്ള അവസരം ലെഗനസിനുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് തന്നെ നല്ല ക്വാളിറ്റി ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി വൈഡ് ഏരിയാസിലൂടെ. 2 ഫുൾ ബാക്സും ഡിഫെൻസീവ്ലി എക്സ്പോസ്ഡ് ആവുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ലൂക്കാസ് വാസ്കസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് മോഡ്രിച്ചും കമവിംഗയുടെയും കൂടെ ആ ഒരു എഫേർട്ടോടെ അവർ ശ്രമിച്ചില്ല എന്നല്ല, ബട്ട് അവരും അവരുടെ ബെസ്റ്റിലല്ലായിരുന്നു, എസ്പെഷ്യലി വിത്തൗട്ട് ബോൾ. അതുകൂടെ ആയപ്പോഴേക്കും റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി നല്ല ഷെയ്ക്കായിരുന്നു. അതേസമയത്ത് റയൽ മാഡ്രിഡ് ഒഫൻസീവ്ലി നല്ല ചാൻസുകൾ റയലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എംബാപ്പയുടെ ആ ഒരു ഗോൾ അടിച്ചെങ്കിലും പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്വാളിറ്റി ചാൻസുകൾ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഇല്ല നല്ല ഷോട്ട്സ് എടുക്കുന്നുണ്ട്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലെഗനസും ഡിഫെൻസീവ്ലി നല്ല ഷെയ്ക്കായിരുന്നു. പക്ഷേ റയലിന് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ബട്ട് ദേ വെർ ക്രിയേറ്റിംഗ് ചാൻസസ്. പ്ലസ് ഡിഫെൻസീവ്ലി റയൽ മാഡ്രിഡ് ഭയങ്കര ഓപ്പൺ ആവുന്നത് തോന്നിയില്ല. ഈ സീസണിലാണ് നമ്മൾ ഇതുപോലെ കുറേ മാച്ചുകൾ കണ്ടിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം മാച്ചുകൾ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി വാൽവേർഡയുടെ പ്രസൻസ് ടീമിലില്ലാത്തപ്പം. അപ്പുറത്ത് റോഡ്രിഗോ കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാനപ്പം റിയലി നമ്മൾ നോക്കാനായിട്ടാണ് ലൂക്കാസ് വാസ്കസ് എക്സ്പോസ് ആവുന്ന സിറ്റുവേഷൻ ആണ് കണ്ടത്. റയൽ മാഡ്രിഡ് ഈ സീസണിൽ പല മാച്ചുകളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ക്വാളിറ്റി അല്ല ഒരു ക്ലച്ച് മോമെന്റ്, എസ്പെഷ്യലി എംബാപ്പ. ഇന്നലത്തെ മാച്ച് റയൽ മാഡ്രിഡ് 3 പോയിന്റ് എടുത്തതിൽ ഫുൾ ക്രെഡിറ്റും മെജോറിറ്റി ക്രെഡിറ്റും പോണ 2 പ്ലേയേഴ്സിനാണ്, കിലിയൻ എംബാപ്പയ്ക്കും ജൂഡ് ബെല്ലിംഗമിനും. 2-1 ലീഡുമായിട്ട് ലെഗനസ് പോകുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് ബെല്ലിംഗമിന്റെ ആ ഗോൾ വരികയാണ്. ആ ഒരു ഷോട്ട് എനിക്ക് ബെല്ലിംഗം ഫസ്റ്റ് എടുത്ത ഷോട്ട് അത് ബാറി ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. ബ്രഹീമിലോട്ട് വരുന്നു. ബ്രഹീമിന്റെ ഷോട്ട് ബാറി തട്ടിയാന്ന് തോന്നുന്നു. ഓടി വന്ന ബെല്ലിംഗമിന്റെ കാലിലോട്ട് തന്നെ അത് വരുന്നു. ബെല്ലിംഗം ഫിനിഷ് ചെയ്യുന്നു, 2-1 ആക്കുന്നു. പിന്നീടാണ് ആ ഒരു ഫ്രീ കിക്ക് നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നത്. 62-ാം മിനിറ്റിലോ മറ്റോ റോഡ്രിഗോനെ വിനീനെ ഇറക്കി 72-ാം മിനിറ്റിൽ വാൽവേർഡേയും ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ വരുന്നത്. അവിടെ എംബാപ്പയാണ് ആ ഫ്രീ കിക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യലായിരുന്നു. അത് ഫസ്റ്റ് ടച്ച് എടുത്ത് എനിക്കൊന്ന് റോഡ്രിഗോ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നു. എംബാപ്പെ അത് ഷോട്ട് എടുക്കുകയാണ്. അത് ഗോളായി കൺവേർട്ട് ചെയ്യുകയാണ്. ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷനിൽ നിന്ന് എംബാപ്പെ തൻ്റെ ബ്രേസ് കംപ്ലീറ്റ് ആക്കുകയാണ്. 22-ാമത്തെ ലീഗ ഗോൾ എടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഡിഫെൻസീവ്ലി നോക്കാനായിട്ടുണ്ട്. ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ലെഗനസിന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ്സിലോട്ട് വരുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സ്യൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു. 1-2 മാച്ച് കുറച്ച് KG ആവുന്നുണ്ടായിരുന്നു. ചില കോൾസിൻ്റെ കാര്യത്തിൽ ഇപ്പം ലെഗനസ് പ്ലേയേഴ്സ് മൈറ്റ് ബി ഫീലിംഗ് ഓക്കെ ഞങ്ങൾക്ക് ഫേവറായിട്ട് വന്നില്ല. 1-2 സിറ്റുവേഷനിൽ റയൽ മാഡ്രിഡിനും അങ്ങനെ ഫീൽ ചെയ്യാം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ്
ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് റിയലി നമ്മൾ നോക്കാനായിട്ടാണ് VAR ഇന്റർഫിയർ ചെയ്യേണ്ട 2-3 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി ഇന്നലെ നല്ല ഓപ്പൺ ആയിരുന്നു. ഈവൻ ദോ ആ ലീഡ് എടുത്തതിന് ശേഷവും ലെഗനസ് ഹാഡ് ചാൻസസ് ടു ഈക്വലൈസ് 3-3 ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് എങ്ങനെയൊക്കെ ഹോൾഡ് ഓൺ ചെയ്തു. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ അവസാനം വൈൻഡപ്പ് ചെയ്തെന്ന് പറയാം. ബട്ട് റയൽ മാഡ്രിഡിന്റെ വിത്തൗട്ട് ദ ബോൾ സ്ട്രക്ചറിൽ നല്ല ഇഷ്യൂസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം അപ്കമിങ് മാച്ചസിൽ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും വാൽവെർഡെ അവൈലബിൾ ആവും ഇല്ല എന്നല്ല. പക്ഷേ ആർസണലിന് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും ലൂക്കാസ് വാസ്കസ് ഇമാതിരി ഹൊറൻഡസ് പെർഫോമൻസ് കൊടുക്കാൻ പോകുന്നെങ്കിൽ ആർസണൽ നമുക്കറിയാം വിത്തൗട്ട് ദ ബോൾ അത്യാവശ്യം നല്ല സ്ട്രക്ചറുള്ള സൈഡാണ്. സോ അവർ മേ ബി ലൂക്കാസ് വാസ്കസ് ഒരു വീക്ക് പോയിന്റ് ആയിട്ട് അർട്ടേറ്റയ്ക്ക് തോന്നിയാൽ ഹി വിൽ എക്സ്പോസ്. മെയിൻലി നമ്മൾ നോക്കാനായിട്ടാണ് അവർക്ക് സാക്ക തിരിച്ചു വരുന്നുണ്ട്, മാർട്ടിനെല്ലി ഉണ്ട്, ട്രൊസാഡ് ഉണ്ട്. സോ ഇവരൊന്നും മോശം പ്ലേയേഴ്സ് അല്ല, അവർക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റയൽ മാഡ്രിഡ് ഡെഫിനറ്റ്ലി കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. ബട്ട് വാൽവെർഡെ തിരിച്ചു വരുന്നത് ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും. റോഡ്രിഗോ കൂടെ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇന്നലെ ബെല്ലിംഗാമിന്റെ എംബാപ്പയുടെ പെർഫോമൻസ് എടുത്ത് പറയുന്നത് എസ്പെഷ്യലി ബെല്ലിംഗം ആൾ മിഡ്ഫീൽഡിൽ നല്ല പോലെ വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നിർത്താതെ ഓടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് മിനിറ്റ് തൊട്ട് ആളെ പിച്ച് നിന്നിടത്തോളം ഫുൾ മിനിറ്റ്സ് വരെ ആള് കംപ്ലീറ്റ് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓവറോൾ പിച്ചുകൾ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയും എംബാപ്പയും തമ്മിലുള്ള ലിങ്കപ്പ് എല്ലാം പ്രോപ്പർ ആയിരുന്നു. സോ വിച്ച് ലുക്ക് റിയലി ഗുഡ്. സോ മേ ബി ഇന്നലെ മറ്റൊരു ക്വസ്റ്റ്യനോടെ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളൂ, ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിന്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ എംബാപ്പയും ബെല്ലിംഗമും തമ്മിലുള്ള കണക്ഷൻ വളരെ സൂപ്പർബാണ്. അത് ഇന്നലെ എടുത്ത് കാണായിരുന്നു. സോ വിനിയും വരുമ്പോൾ അവർ കണക്ഷൻ ഉണ്ട് ഇല്ല എന്നല്ല. പക്ഷെ ഒന്നോടെ നമ്മൾ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ പിച്ചിലൊരു എന്നാ പറയുക, ഒരു ടാക്ടിക്കലി ആണെങ്കിലും ഇപ്പോൾ പ്ലേയേഴ്സ് തമ്മിൽ ഇടയിലുള്ള ഒരു കോർഡിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും വരുമ്പം വിനീഷ്യസ് ജൂനിയർ ഈസ് നോട്ട് ഓൺ ദ പിച്ച്, എംബാപ്പയും ബെല്ലിംഗമിനുള്ള കണക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇപ്പം മറ്റേത് 4G ആണെങ്കിൽ ഇത് 5G ആണ്, ആ രീതിയിൽ പറയാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോ റയൽ മാഡ്രിഡ് ഇന്നലെ ക്രൂഷ്യൽ 3 പോയിന്റ്സ് എടുത്തു. സോ 63 പോയിന്റ് ബാർസലോണയ്ക്ക് ഒപ്പം പോയിന്റ് ടേബിളിലെത്തി. ഇന്ന് ബാർസലോണ ജിറോണയ്ക്ക് അഗേൻസ്റ്റ് കളിക്കുന്നുണ്ട് ഹോമിൽ. സോ അതിൽ ജയിക്കുവാണെങ്കിൽ ബാർസലോണയ്ക്ക് 3 പോയിന്റ് ലീഡ് തിരിച്ചെടുക്കാം. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ അത്ലറ്റിക്കോ ഇന്നലെ എസ്പാനിയോൾ എവേ ചെന്നിട്ട് സമനില പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് നിങ്ങൾ ആ പോയിന്റ് ടേബിൾ കണ്ടപ്പോൾ കാണും, ബാർസലോണയായിട്ട് 6 പോയിന്റ്, റയലുമായിട്ട് 6 പോയിന്റ് ഗ്യാപ്പാണ്. ഇന്ന് ബാർസ ജയിക്കുവാണെങ്കിലും 9 പോയിന്റ് ഗ്യാപ്പാക്കാൻ ബാർസലോണയ്ക്ക് സാധിക്കും. സോ അത്ലറ്റിക്കോ ടൈറ്റിൽ റേസിന് ഔട്ടായോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരും. അതിന് ഇപ്പം നമ്മൾ നോക്കാനാണെങ്കിൽ ഇന്നലെ മാർച്ച് ഒരു ഹാസ് ബീൻ എ റിയലി ബാഡ് മന്ത് ഫോർ അത്ലറ്റിക്കോ. തുടർച്ചയായ 3 കളിയായിട്ട് അവർക്കൊരു വിക്ടറി നേടാനായിട്ട് സാധിച്ചിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ നോക്കാനായിട്ടാണ് അത്ലറ്റിക്കോയേക്കാൾ എക്സ്പെക്ട് ഗോൾസും മറ്റുമൊക്കെ എസ്പാനിയോൾ ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ മാച്ചിൽ ലൊറന്റെ ത്രൂ ലീഡ് എടുത്തതാണ് അത്ലറ്റിക്കോ. പക്ഷേ അവിടെ ഗ്രീസ്മാൻ ബിൽഡപ്പിൽ ഓഫ് സൈഡ് ആയിരുന്നു. സോ ആ ഗോൾ ഡിസലോ ചെയ്യുന്നു. പിന്നീടാണ് സീസർ ആസ്പിലിക്കോറ്റയുടെ ഒരു കിട്ടിലൻ ഷോട്ട് വരുന്നത്. ഒരു 1.5 ഗോളിയായിരുന്നു. അത് കൺവേർട്ട് ചെയ്തത് 38 മിനിറ്റിലായിരുന്നു. അത്ലറ്റിക്കോ 1-0 ലീഡ് എടുക്കുന്നു. അതിനുശേഷം സോർലോത്തിന് നല്ലൊരു ചാൻസ് കിട്ടിയാണ്, പക്ഷേ ആൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അത്ലറ്റിക്കോ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. സോ അത്ലറ്റിക്കോയുടെ ലൈനപ്പ് ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ അർജന്റീൻ പ്ലേയേഴ്സ് നമുക്കറിയാം, അർജന്റീൻ FC എന്ന് വിളിക്കുന്നുണ്ട് കളിയാക്കിയാണെങ്കിലും. സോ അർജന്റീനൻ പ്ലേയേഴ്സ് എല്ലാം ബെഞ്ചിലായിരുന്നു. കാരണം അറിയാലോ 2 ഹെക്ടിക് മാച്ച് കളിച്ചിട്ടാണ് വന്നത്. പക്ഷേ ജൂലിയാനോ സിമിയോണി പിന്നെ അപ്പനാകുമ്പം മകനെ ഊറ്റുന്നതിൽ തെറ്റില്ലല്ലോ. സോ അത് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ നാട്ടിലെ അപ്പന്മാരെ പോലെ തന്നെയാണ് അവരുടേതും, മനസ്സിലായി. എൻ്റെ മോൻ 2 കളിയിലും ജൂലിയാനോ സിമിയോണി കളിച്ചാണ്. ഉറുഗ്വയ്ക്ക് അഗേൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്, ബ്രസീലിന് അഗേൻസ്റ്റ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി കളിച്ചാണ്. സോ പുള്ളിയും പറന്ന് ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ്, മകനാണ്. സോ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അവനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നെടുത്ത് കാണും സിമിയോണി. ഒരു മാറ്റവും ഇല്ല. സോ സിമിയോണിയുടെ മകനെ സിമിയോണി ഇറക്കുന്നു. റോഡ്രിഗോ ഇപ്പോഴും മറ്റുമൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി, പക്ഷേ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 69 മിനിറ്റിൽ ലെങ്ലെറ്റ് ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുമായിരുന്നു. അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കാനായിട്ടാണ് 1-1 പടുവ കൺവേർട്ട് ചെയ്തുകൊണ്ട് എസ്പാനിയോൾ ആക്കുമായിരുന്നു. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രൂഷ്യൽ ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഡ്രോപ്പ് ചെയ്തത്. സോ ഇനി ടൈറ്റിൽ റേസിലോട്ട് എൻ്റർ ചെയ്യുക അത്ലറ്റിക്കോ പറ്റും. 6 പോയിന്റ്സ് ഗ്യാപ്പേ ഉള്ളൂ. എനിത്തിങ് ഈസ് പോസിബിൾ. പക്ഷേ മറ്റ് ടീമുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അത്ലറ്റിക്കോയ്ക്ക്. സോ പതുക്കെ ബിറ്റ്വീൻ ബാർസ ആൻഡ് റയലായി മാറുന്നുണ്ട്. അത്ലറ്റിക്കോ ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്താവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. എന്നാൽ ഇന്നലെ ഗ്രീസ്മാൻ ഒരു കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കണം. ഗ്രീസ്മാൻ ഇന്നലെ 521 ലലീഗ മാച്ച് കളിച്ചതോടുകൂടി ലയണൽ മെസ്സിനെ മറികടന്നിരിക്കുകയാണ്. ലലീഗയിൽ ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ച ഫോറിൻ പ്ലെയറായി ആന്റോണിയോ ഗ്രീസ്മാൻ മാറിയിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു ഹിം. പുള്ളിയുടെ ലാസ്റ്റ് സീസൺ ആവാം അത്ലറ്റിക്കോയിൽ ഇതെന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. ലെറ്റ്സി. ഗ്രീസ്മാൻ്റെ ഫോം ഒരല്പം അറിയുകയാണ് അത്ലറ്റിക്കോയ്ക്ക്. റീസെൻറ്റ് ഗ്രീസ്മാൻ ഫോം ഹാസ് ബീൻ റിയലി ബാഡ്, പറയാതിരിക്കാൻ വയ്യ. സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. ലെറ്റ്സി. എന്തായാലും അത്ലറ്റിക്കോയ്ക്ക് ഒരു 1.5 റണ്ണ് നടത്തേണ്ടി വരും. എന്തായാലും അത്ലറ്റിക്കോയ്ക്ക് നെക്സ്റ്റ് ഈ വീക്കെൻഡ് ഈ മിഡ് വീക്കിൽ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് കോപ്പ ഡെൽ റേ മാച്ച് വരുന്നുണ്ട്. സോ അത് 4-4 നിൽക്കുകയാണ്. സെക്കൻഡ് ലെഗ് മെട്രോപൊളിറ്റാനോയിലുമാണ്. സോ അവർ തന്നെയാണ് ഫേവറേറ്റ്സ്. ബട്ട് നമുക്ക് നോക്കാം. കോപ്പ ഡെൽ റേയിൽ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് ഒരു വിജയം നേടിക്കൊണ്ട് അവർ തിരിച്ച് ഫോമിലോട്ട് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ്സി. ആസ് എ ബാർസ ഫാൻ ഐ എക്സ്പെക്ട് അവർ ഫോം ഔട്ടായി തന്നെ നിൽക്കട്ടെ എന്ന് ആ മാച്ചിൽ.
അത്രേ പറയുന്നുള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് ഈ 2 മാച്ചുകളും ജസ്റ്റ് ഒന്ന് പറയാനായിട്ടോ എന്നാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. അതുവരേക്കും ബൈ.